ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഇന്ത്യയിൽ പുതുതായി നടപ്പിലാക്കിയ നികുതി പരിഷ്കരണമാണ് GST. GST അറിയപ്പെടുന്നത് ചരക്ക് സേവന നികുതി. GST ഒരു പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. ലോകത്തിൽ ആദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ്. GST ബിൽ ആദ്യമായി ലോക്സഭ പാസാക്കിയത് 2015 മെയ് 6. GST ബിൽ രാജ്യസഭ ഭേദഗതി നിർദ്ദേശങ്ങളോടുകൂടി പാസാക്കിയത് 2016 ഓഗസ്റ്റ് 3. GST ബിൽ ലോക്സഭ ഭേദഗതികൾ അംഗീകരിച്ചുകൊണ്ട് അവസാനമായി പാസാക്കിയത് 2016 ഓഗസ്റ്റ് 8. GST ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8. സ്വതന്ത്ര ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ നികുതി പരിഷ്കാരമാണ് GST ഉദ്ഘാടനം ചെയ്ത തീയതി 2017 ജൂൺ 30. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. GST ഉദ്ഘാടനം ചെയ്തത് പ്രണവ് മുഖർജി, നരേന്ദ്രമോദി. ഇന്ത്യയിൽ പ്രഥമ GST ഡേ ആയി ആചരിച്ചത് 2018 ജൂലൈ 1. ഇന്ത്യയിൽ നിലവിലുള്ള GST മാതൃക ഇരട്ട GST അഥവാ ഡ്യുവൽ GST, അതായത് കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ GST ചുമത്തുന്നതിനെയാണ് ഇരട്ട GST എന്ന് പറയുന്നത്. ഇന്ത്യയെ കൂടാതെ ഇരട്ട GST നിലനിൽക്കുന്ന രാജ്യങ്ങൾ കാനഡ, ബ്രസീൽ. GST എന്ന ആശയം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് P. ചിദംബരം 2005. GST ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അസം. GST ബിൽ പാസാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. GST ബിൽ പാസാക്കാൻ 16 സംസ്ഥാനങ്ങളുടെ അനുമതി ആവശ്യമായിരുന്നു. GST ബിൽ അംഗീകരിച്ച 16ാമത്തെ സംസ്ഥാനം ഒഡീഷ. GST നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം 15. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 101ാം ഭേദഗതി. GST കൗൺസിൽ നിലവിൽ വന്നത് 2016 സെപ്റ്റംബർ 12. GST കൗൺസിലിന്റെ അധ്യക്ഷൻ കേന്ദ്ര ധനകാര്യമന്ത്രി. നിലവിൽ നിർമ്മല സീതാരാമൻ. GST കൗൺസിലിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. കേരളത്തിൽ GST ഭവൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 279A. GSTയെ കുറിച്ച് പ്രതിപാദിക്കുന്ന മറ്റു വകുപ്പുകൾ 246A, 269A. GST സംബന്ധിച്ച നിയമനിർമ്മാണത്തിൽ പാർലമെന്റിന് സംസ്ഥാന നിയമസഭകൾക്കും അംഗീകാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 246A.